ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്നെ പരിചയപ്പെടുത്തൽ എന്നാണല്ലോ. അപ്പോൾ ആമുഖം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പരിചയപ്പെടുത്തലിലേക്ക് കടക്കാം. പിന്നെ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടിയ ഒരു 800 സംതിങ് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അവർക്ക് എൻ്റെ ദുആയിലും ഉണ്ടാവും. നിങ്ങളൊക്കെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടാ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. നിങ്ങളോടെല്ലാം ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓപ്പൺ ആയിക്കാണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലത്തെ കുറച്ച് നല്ല നല്ല സുഹൃത്തുക്കൾ വേണം. സുഹൃത്തുക്കളല്ല, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇന്നെ അറിയില്ല. ഇന്നെ അറിയാം, അങ്ങനെ വീഡിയോ കണ്ടുള്ള പരിചയം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് ഞാൻ അവിടെയാണ് സ്റ്റഡിയിൽ പഠിക്കണത്, ഞാൻ അവിടെയാണ് ദർസ് പഠിക്കണത്, കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഷോർട്ടാക്കിക്കാണ്ട് പറഞ്ഞുതരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പഠിക്കണ അവിടെ വെച്ചാൽ ഞാൻ ആദ്യം പഠിച്ചിരുന്നത്, മുമ്പ് ദർസ് പഠിച്ചിരുന്നത് അപ്ലി ദർസ് എന്ന് പറയും. വെന്നിയൂര് അപ്ല ജുമാ മസ്ജിദിലായിരുന്നു ഞാൻ ആദ്യം ദർസ് പഠിച്ചിരുന്നത്. അന്ന് ദർസ് പഠനം പഠിക്കണ പ്രായമല്ല, ഞാൻ ജസ്റ്റ് 3ാം ക്ലാസ് മുതലാണ് ജസ്റ്റ് ദർസ് പഠിക്കല്, അല്ല ദർസക്ക് പോകൽ തുടങ്ങിയത്. ഓക്കെ, ദർസക്ക് 3ാം ക്ലാസ് മുതലാണ് പോകൽ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ അവിടുന്ന് ദർസ് മാറിയപ്പോൾ, ഉസ്താദ് മാറിയപ്പോൾ ഞാൻ ഇവിടേക്കായി, കൂമണ്ണ ചെനക്കൽ എന്ന് പറയും, അവിടേക്കായി സൂപ്പർ ബസാർ പഠിക്കൽ ഭാഗത്ത്, അവിടേക്കായി പിന്നെ ദർസ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു 5-6 കൊല്ലം നിന്നിട്ടില്ല, 2 വർഷം 2-3 വർഷം നിന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ വെന്നിയൂര് ജുമാ മസ്ജിദ്, എൻ്റെ നാട് കൂടിയായ വെന്നിയൂര് ജുമാ മസ്ജിദിലേക്കാണ് ഞങ്ങൾ പിന്നെ മാറിയത്. എൻ്റെ ഉപ്പ തന്നെയാണ് മുദരിസും, നല്ല റാഹത്താണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായി. 3 മാസം എന്ന് പറയുമ്പോൾ റമളാൻക്കാണ് മെയിനായി കണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. വീഡിയോസും കാര്യങ്ങളൊക്കെ, വ്ളോഗും ഷോർട്സ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, അതോ വ്ളോഗ്സ് ആയിക്കോട്ടെ. വ്ളോഗ്സ് അങ്ങനെ വിടലില്ല. ഒരു കുക്കിംഗ് ചാനലും കൂടി ഉണ്ട്, അമീൻസ് കിച്ചൺ എന്നാണ് എൻ്റെ പേര്. ജസ്റ്റ് ഞാൻ നല്ല മട്ടത്തിന് ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വിടലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ദർസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിചയപ്പെട്ടല്ലോ. ദർസിൽ ഇപ്പം 3ലാണ് പഠിക്കണമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ +2ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +2 ഞാൻ കോട്ടക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനിങ്ങനെ ഓൺലൈനായി കണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേക കാര്യം പറയാനുണ്ട്. പിന്നെ എൻ്റെ ഷോർട്സ് ആയാലും വ്ളോഗ്സ് ആയാലും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വ്ളോഗ് അങ്ങനെ വലിയ ഏകദേശം ഒരു 100, 100, 200 ആൾക്കാരൊക്കെ കാണുള്ളൂ. പിന്നെ എൻ്റെ കുക്കിംഗ് വ്ളോഗ്സ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, 1000-ഓളം വരുന്ന ആൾക്കാരുണ്ട് എൻ്റെ കുക്കിംഗ് വ്ളോഗ്സ് കാണുന്ന. വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ ചാനൽ നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടാവില്ല. എൻ്റെ ചാനൽ തന്നെയാണ്, അമീൻസ് കിച്ചൺ എന്ന് അടിച്ചാൽ വരും. പക്ഷെ അതിലത്ര സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് 17 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാലും ഒരു 100K എൻ്റെ സ്വപ്നമാണ്, ഡ്രീമാണ്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഒരു 100K, ഈ വീഡിയോ കൊണ്ട് എന്തായാലും ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് ആവുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരുന്നു ഇൻഷാ അല്ലാഹ്. പറയാൻ പറ്റില്ലല്ലോ, എപ്പോഴാ ഭാഗ്യം നമ്മളെ തേടി വരാമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ മൻജദ വജദ, നമ്മൾ പരമാവധി പരിശ്രമിക്കുക. ആരെങ്കിലും പരിശ്രമിച്ചാൽ വജദ അത് അവനക്ക് എത്തിക്കും, ആ വിജയത്തിനെ അവനക്ക് എത്തിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും ഒരു ദിവസം ഞാനും 100K അടിച്ചുകൊണ്ട് ഒരു പ്ലേ ബട്ടനും പിടിച്ചിരിക്കണ ഫോട്ടോ അല്ലെങ്കിൽ 100K, ഇത് ഏതെങ്കിലും ഒന്ന് നമ്മൾ നേടിയിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ സ്ഥലം വരുന്നത് വെന്നിയൂരാണ്. എൻ്റെ സ്ഥലം വരുന്നത്, എൻ്റെ വീട് വരുന്നത് വെന്നിയൂര് MLA റോഡിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അപ്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത്.
അവിടെ ചോദിച്ചാലും അറിയാം. സിദ്ദീഖ് ഫൈസി നിസാമിയുടെ മകനാണ് ഞാൻ. ഞാനിപ്പോൾ എത്രയിൽ പഠിക്കണേ പറഞ്ഞല്ലോ അല്ലേ, +2 സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ ഞാനിപ്പോൾ എന്താ കോഴ്സ് പഠിക്കണമെന്നൊക്കെ വേറെ +2 കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്നൊക്കെ കുറേ ആൾക്കാർക്ക് പ്ലാൻ ഉണ്ടാവും. ഞാൻ ഒരു എഡിറ്റർ ആവാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. നല്ലൊരു എഡിറ്ററായി നല്ല ഒരു കരിയർ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അടിപൊളി എഡിറ്ററായി മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഹലോ ഗൈസ്, പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളെ ഉണർത്താനുണ്ട്. എന്താന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസ് കാണുന്ന ആയിരക്കണക്കിന് 10,000 മില്യൺ കണക്കിന് ആൾക്കാരുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ. യൂട്യൂബിൽ പിന്നെ ഞാൻ അത്ര ഫേമസോ അത്ര വലിയ ഇൻഫ്ലുവൻസറോ കാര്യമൊന്നുമല്ല, വലിയ യൂട്യൂബറൊന്നുമല്ല. യൂട്യൂബിൽ ഏകദേശം നമുക്ക് ഒരു 1Kൻ്റെ അടുത്ത് ആവാനായിക്കണം. 1K അടിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വ്ളോഗ് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. 1K സ്പെഷ്യൽ വ്ളോഗ് എന്തായാലും വരുന്നതാണ്. 1K അടിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ എന്തായാലും ഒരു 100-200 ആൾക്കാർ കാണുന്ന എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് ഇത്ര ആളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത്, നിങ്ങൾ ഒരു 10 ആളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ 10 ആൾക്കൊന്നും വേണ്ട, നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലൊന്ന് ഇട്ടാൽ മതി. ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിത് ഖേദിച്ച് പറയില്ല കേട്ടോ. പിന്നെ ഒരു ആഗ്രഹമാണ് 100K എന്നുള്ളത്, ഒരു സ്വപ്നം ഡ്രീമാണ്. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും എത്തി. ഞാൻ ജസ്റ്റ് ഒന്ന് പോയതിനും. പിന്നെ എനിക്കെന്താ വെച്ചാൽ പറയാനുള്ള വെച്ചാൽ, എൻ്റെ സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞല്ലോ, വെന്നിയൂരാണ് എൻ്റെ സ്ഥലം. വെന്നിയൂര് MLA റോഡിൽ നിന്ന് ഒരു അപ്ല ജുമാ മസ്ജിദിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കാനുള്ളൂ. അല്ലാതെ ഇതിൽ കൂടി റോഡുണ്ട്, അപ്ലിയിലൂടെയും റോഡുണ്ട്. അപ്ലി എന്നാണ് ഞങ്ങൾ പറയില്ല, അപ്ല എന്നാണ് പ്രദേശത്തിൻ്റെ പേര്. പിന്നെന്താ വെച്ചാൽ, ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗല്ല, ഇതൊരു 3ാമത്തെ വ്ളോഗായിരിക്കാം. നിങ്ങൾ കാണുമ്പോൾ 3ാമത്തെ വ്ളോഗായിരിക്കാം. പക്ഷെ എനിക്കിതൊരു ഫസ്റ്റ് വ്ളോഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ടൈം നിങ്ങളെ കൂടെ നിങ്ങളോട് വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. അൽഹംദുലില്ലാ. ഞാൻ ആദ്യം തന്നെ അള്ളാഹിനെ സ്തുതിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ, ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് ആൾ. എനിക്ക് ഇങ്ങനെ എന്തൊക്കെ പറയേണ്ടതെന്ന് പെട്ടെന്ന് കിട്ടൂല ഒരാൾക്ക്. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വൈക്കുന്നോടനെ കണ്ടു കഴിഞ്ഞാലും എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ ജസ്റ്റ് ഇൻട്രോവേർട്ടാണ്, അത്ര ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ, പിന്നെ അധികം യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പോലെ തന്നെ എന്തെങ്കിലും ടീം ചെയ്ത് കൊളാബ് ചെയ്ത് കണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം തുടങ്ങിയേക്കും. എന്നിട്ട് അപ്പുറത്ത് അവിടുന്ന് ഇങ്ങോട്ട് തെറിയോളിയും കാര്യങ്ങളും, ഇവിടുന്ന് അങ്ങോട്ട് തെറിയോളിയും കാര്യങ്ങളും. എന്നിട്ട് ഓല് 2 ആൾ റീച്ച് ഉണ്ടാക്കുക, ഓല് കായ് ഉണ്ടാക്കുക. നമ്മൾ വട്ടന്മാരാവും, കണ്ടിരിക്കണേ നമ്മൾ വട്ടന്മാരാവും. നമ്മൾ പിന്നെ അങ്ങനെ ഒന്നല്ല. നമ്മൾ നല്ല വട്ടത്തിന് യാത്രകൾ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മാള് വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഒക്കെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.